ആയിരുന്നു എന്നുള്ളതിന് നമുക്ക് ഞാൻ പോയിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ ചോദിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതിന് നമുക്ക് അറബിയിൽ എങ്ങനെ പറയാം? കാന എന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. കാന റൊഹ്തു, അന കാന റൊഹ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ കാന റൊഹ്തു ഇല സോക്ക്, ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. കാന റൊഹ്തു ഇൽ മദ്രസ് അംസ്, ഞാൻ മദ്രസയിൽ പോയിരുന്നു. അതല്ലെങ്കിൽ കാന റൊഹ്തു ബദ്രി, ഞാൻ നേരത്തെ പോയിരുന്നു. അങ്ങനെ ഖാന എന്നുപയോഗിച്ചിട്ട് നമുക്ക് പല വാക്കുകളും നമുക്ക് പറയാൻ പറ്റും. കാന ഷുഫ്തു, ഞാൻ കണ്ടിരുന്നു. കാന ഷുഫ്തു അംസ്, ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അല്ലെങ്കിൽ കാന ഖുൽത്ത്, ഞാൻ പറഞ്ഞിരുന്നു. കാന ഖുൽത്ത്, ഞാൻ പറഞ്ഞിരുന്നു. കാന ഖുൽത്ത, നീ പറഞ്ഞിരുന്നു. കാന ഖുൽത്ത, നീ പറഞ്ഞിരുന്നു. അനിൽ മൗലോ, ആ വിഷയത്തെക്കുറിച്ച്. കാന ഖുൽത്ത അനിൽ മൗലോ, നീ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ. അങ്ങനെ കാന എന്ന് വെച്ചിട്ട് ഒരുപാട് വാക്കുകൾ നമുക്ക് പറഞ്ഞിരുന്നു, കണ്ടിരുന്നു, ചോദിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് കാന. കാന സാൽത്ത്, ഞാൻ ചോദിച്ചിരുന്നു. കാൻ നിംത്, ഞാൻ ഉറങ്ങിയിരുന്നു. നാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു. നിംത്, കാൻ നിംത്, ഞാൻ ഉറങ്ങിയിരുന്നു. കാൻ നിംത് ബദ്രി, ഞാൻ നേരത്തെ ഉറങ്ങിയിരുന്നു. അതുപോലെ കാന സാഫർത്ത്, കാന സാഫർത്ത് അംസ്, ഞാൻ ഇന്നലെ യാത്ര ചെയ്തിരുന്നു. കാന സാഫർത്ത്. അങ്ങനെ കാന എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യം. കാനബിയത്ത്, കാനബിയത്ത്, ഞാൻ സെയിൽസ് ചെയ്തിരുന്നു, ഞാൻ വിറ്റിരുന്നു. കാനഷ്തറൈത്ത്, കാനഷ്തറൈത്ത്, ഞാൻ എന്ത് ചെയ്തിരുന്നു? വാങ്ങിയിരുന്നു. അങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് ചെയ്തിരുന്നു എന്ന് നമുക്ക് അറബിയിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. ഇന്നലെ എന്ന് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിയെന്ന് ആഡ് ചെയ്യാം. അങ്ങനെ കാന, കാന എന്ന് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റുമെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കേണ്ട. ഈ ഒരു സംഗതി വെച്ചിട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഭാഷ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് സംസാരിക്കാൻ ടെൻഡൻസി നമുക്ക് നമ്മളെ നാവിന് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഈ ടെൻഡൻസി ഓട്ടോമാറ്റിക് അവൈലബിൾ ആവുള്ളൂ.